ഷൊർണൂർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഷൊർണൂർ ജംഗ്ഷൻ അല്ല, ഇനി മലബാർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മലബാർ ഡിജിറ്റൽ ജംഗ്ഷൻ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസുകളുടെ മഹാ ജംഗ്ഷൻ. ലോകോത്തര മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറുകളുടെ സൂപ്പർ ജംഗ്ഷൻ. മലബാർ ഡിജിറ്റൽ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. ഞാൻ പാർവതി ഗിരീഷ്. N4 ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. ഒറ്റപ്പാലം കിഴക്കേത്തോട് സമാന്തര പാലത്തിന്റെ പ്രവർത്തനോദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. 2021-22 വർഷത്തിൽ സംസ്ഥാന ബജറ്റിൽ 5 കോടി 8 ലക്ഷം രൂപ വകയിരുത്തിയ ഒറ്റപ്പാലം അസംബ്ലി നിയോജക മണ്ഡലത്തിലെ ഈസ്റ്റ് ഒറ്റപ്പാലം പാലത്തിന് സമാന്തരമായി പാലം നിർമ്മിക്കുന്നതിന്റെ പ്രവൃത്തിയുടെ പ്രവർത്തനോദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഒറ്റപ്പാലം നഗരസഭാ ഹാളിൽ വെച്ച് ഓൺലൈനായി നിർവഹിച്ചു. ഒറ്റപ്പാലത്ത് വളരെ പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഈസ്റ്റ് ഒറ്റപ്പാലം പാലത്തിന് സമാന്തരമായി നിർമ്മിക്കുന്ന പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടുകൂടി നിർവഹിച്ചതായി അറിയിക്കുകയാണ്. 5 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് ഈ പാലം നിർമ്മിക്കുന്നത്. ഇവിടുത്തെ ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുവാൻ ഇതിലൂടെ സാധിക്കും. LDF സർക്കാർ പാലങ്ങളുടെ നിർമ്മാണത്തിന് വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്നും 5 വർഷം കൊണ്ട് 100 പാലങ്ങൾ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും ഉദ്ഘാടനം നിർവഹിച്ച ശേഷം മന്ത്രി പറഞ്ഞു. 5 വർഷം കൊണ്ട് 100 പാലം എന്നുള്ളത് യാഥാർത്ഥ്യമാക്കാൻ ഈ തുടർച്ചയായ പരിശോധനകളും ഈ പുതിയ സംവിധാനവും ഏറെ സഹായകരമായി. 3 വർഷം കൊണ്ട് തന്നെ 100 പാലങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുള്ള സന്തോഷം ഇവരെ അറിയിക്കുകയാണ്. ഇത് കേരളത്തിൻ്റെ പശ്ചാത്തല വികസന മേഖലയിൽ ഏറെ സഹായകരമായി. 7.5 വർഷക്കാലത്ത് LDF സർക്കാരിൻ്റെ ഭരണത്തിൽ നിരവധി പാലങ്ങൾ, റോഡുകൾ, കെട്ടിടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൽ പാലങ്ങൾ ഒട്ടേറെ നമ്മുടെ സംസ്ഥാനത്ത് വന്നു എന്നുള്ളത് ഈ 7.5 വർഷക്കാലത്തിൻ്റെ പ്രത്യേകതയാണ്. നാടിൻ്റെ വികസന മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് ഇത് കാരണമായിട്ടുണ്ട്. ഈ നിയോജക മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട MLA ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ജനപ്രതിനിധികൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MLA മുന്നോട്ട് വെച്ച ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾക്ക് പരിപൂർണ പിന്തുണ നൽകി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് കൂടെ ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം അറിയിക്കുകയാണ്. എല്ലാ മാസവും പാലങ്ങളുടെ പ്രവർത്തനം പരിശോധിക്കാനായി സംവിധാനം ഏർപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ LDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പശ്ചാത്തല വികസന മേഖലയിൽ പ്രധാനപ്പെട്ട അഥവാ അവിഭാജ്യ ഘടകമാണ് പുതിയ പാലങ്ങൾ, പാലങ്ങളുടെ നവീകരണം തുടങ്ങിയവ. കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാനും 2 കരകളെ ബന്ധിപ്പിക്കുന്നു എന്നുള്ളതുപോലെ തന്നെ വികസനം സാധ്യമാക്കാനും പാലങ്ങളുടെ നിർമ്മാണം ഒരു പ്രധാന പ്രവർത്തനമാണ്. ഈ സാഹചര്യത്തിൽ LDFൻ്റെ പ്രകടന പത്രികയിൽ പാലം നിർമ്മാണത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. 5 വർഷം കൊണ്ട് 100 പാലങ്ങൾ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചത്. ഇതിൻ്റെ ഭാഗമായി ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഒരു പുതിയ സംവിധാനം കൊണ്ടുവന്നു. എല്ലാ മാസവും പാലങ്ങളുടെ പ്രവർത്തനം പരിശോധിക്കാനുള്ളൊരു സംവിധാനം. ഭരണാനുമതി കിട്ടിയതിന് സാങ്കേതിക അനുമതി കിട്ടാനുള്ള കാലപ്പഴക്കം അല്ലെങ്കിൽ കാലതാമസം, മറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കുക. സാങ്കേതിക അനുമതി കിട്ടിയതിന് ടെൻഡർ സ്റ്റേജിലേക്ക് എത്തിക്കുക, ടെൻഡർ സ്റ്റേജിനെ പ്രവൃത്തിയിലേക്ക് എത്തിക്കുക, പ്രവൃത്തി തടസ്സം കൂടാതെ മുന്നോട്ട് പോവുക എന്നിവ പരിശോധിക്കാൻ, പാലങ്ങളുടെ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി മാത്രം എല്ലാ മാസവും ഞങ്ങളൊരു പൊതു പരിശോധന നടത്തി. തുടർന്ന് അധ്യക്ഷനായ MLA അഡ്വക്കേറ്റ് K പ്രേംകുമാർ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. നഗരസഭാ അധ്യക്ഷ K ജാനകി ദേവി, ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, ഒറ്റപ്പാലം നഗരസഭാ വൈസ് ചെയർമാൻ K രാജേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനീറ മുജീബ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T ലത, കൗൺസിലർമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. LDF 20 സീറ്റും നേടുമെന്ന് A വിജയരാഘവൻ. കേരളത്തിലെ മാറുന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ 20 സീറ്റുകളിലും LDF വിജയിക്കുമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗവും പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ A വിജയരാഘവൻ പറഞ്ഞു. ഈ കേരളത്തിന്റെ ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിനെ മായ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു
കാലമാണ് കഴിഞ്ഞ 5 വർഷക്കാലം ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിലെ എംപിമാരുടെ ഭാഗത്തുണ്ടായ കേരള വിരുദ്ധമായ ഒരു ചരിത്ര സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു കേരളം അനുഭവിച്ചിട്ടില്ല. ഇവിടുന്ന് പോകുന്ന എംപിമാർ, UDF എംപിമാർ, അവരാണ് ഭൂരിപക്ഷം ജയിച്ചത്. അവർ എങ്ങനെയാണ് ഈ 5 കൊല്ലം തട്ടി നീക്കിയത് എന്നാണ് അത്ഭുതപ്പെടുത്തുന്നത്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഈ സംസ്ഥാനങ്ങളുടെ ജനങ്ങളുടെ താല്പര്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ അവർ പരിശ്രമിച്ചു. വ്യക്തിയെ എല്ലാ അവസരവും പിണറായി വിജയനെ, കേരള ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താൻ അവർ ഉപയോഗിക്കും. കേരളത്തിന്റെ അവകാശങ്ങൾ നിഷേധിക്കുന്ന കേന്ദ്ര നയത്തിന്റെ അടിയിൽ കയ്യൊപ്പ് ചാർത്തുന്ന ആൾക്കൂട്ടമായി ഈ എംപിമാർ മാറി. വളരെ വിഷമം തോന്നുന്ന, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത, ആവർത്തിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ഇവരെ കൃത്യമായി പരിശോധനാ വിധേയമാക്കും. ഒരു കാരണവശാലും കേരളത്തിൽ നിന്ന് UDFന്റെ ഒരു സ്ഥാനാർത്ഥിയും വിജയിച്ചുകൂടാ എന്നത് ഉറപ്പാക്കാനാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളീയ ജനത മുൻകൈയെടുക്കുക എന്ന ഉറച്ച വിശ്വാസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാലക്കാട് എല്ലാ കാലത്തും നാടിന്റെ പുരോഗമനപരമായ എല്ലാ ചലനങ്ങളുടെയും ഏറ്റവും മുന്നിൽ നിന്നിട്ടുള്ള ഒരു സ്ഥലം. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ വിപുലമായ അടിത്തറയുള്ള ഒരു സ്ഥലവും. ഇപ്പൊ പഞ്ചായത്തുകളിൽ, നിയമസഭയിൽ എല്ലാം തന്നെ വലിയ ജനവിഘ്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇവിടെ. ഈ പ്രദേശത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കാർഷിക ജനജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥി പ്രഖ്യാപന ശേഷം CPM പാലക്കാട് ജില്ലാ ഓഫീസിലെത്തി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർലമെന്റിൽ കേരളത്തിന്റെ താൽപര്യം സംരക്ഷിക്കാൻ UDF എംപിമാർക്ക് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 5 വർഷം പാലക്കാട് എംപിയുടെ നിഷ്ക്രിയത്വം ജനങ്ങൾക്ക് ബോധ്യമുണ്ടെന്നും ഇന്ത്യൻ പാർലമെന്ററി സംവിധാനം അപകടത്തിലായ സാഹചര്യത്തിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നും ജനകീയ വിഷയങ്ങൾ പാർലമെന്റ് ചർച്ച ചെയ്യുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണകൂടം വരുത്തിയ വീഴ്ചകളെ തിരുത്താൻ ജനങ്ങളുടെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുന്നത്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാഴ്ചപ്പാടിനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവരുടെ പ്രതിനിധി എന്നുള്ളവരെ ഞാൻ എന്നെയാണ് നിയോഗിച്ചിട്ടുള്ളത്. തീർച്ചയായും അതിനോട് 100% ആത്മാർത്ഥതയോടുള്ള ഒരു പ്രവർത്തനം നടത്താൻ പരിശ്രമിക്കും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വരും ദിവസങ്ങളിൽ ഇതിന്റെ ഭാഗമായി കൂടുതൽ കണ്ടുമുട്ടാനാവും. വിശദമായ സംസാരം. കർഷക വിരുദ്ധ നിലപാടുകൾ ഇത്രയേറെ നടപ്പിലാക്കിയ കേന്ദ്ര സർക്കാർ ഇതിനു മുമ്പുണ്ടായിട്ടില്ല. രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കർഷക പ്രക്ഷോഭമാണ് നടക്കുന്നത്. മോദിയുടെ കാലത്താണ് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അടക്കം ഇല്ലാതാക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. എന്തു പ്രയാസമുണ്ടായാലും LDF സർക്കാർ പെൻഷൻ മുടക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്ര നയങ്ങൾ കാർഷിക സമ്പദ്ഘടനയ്ക്ക് ഏൽപ്പിച്ച ആഘാതം കർഷകരുണ്ടാക്കിയിരിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ. ഇവിടെ ആ വിഷയങ്ങൾ പരിഹരിക്കുന്നവരും ജനപ്രതിനിധികൾ നല്ല മുൻകൈ എടുക്കേണ്ടതായി. ഈ പ്രദേശത്തിന്റെ അടിസ്ഥാന സൗകര്യ വിപുലീകരണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട സഹായങ്ങളും ആ നിലയിലുണ്ടാകേണ്ട വിപുലീകരണവും പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. റെയിൽവേയുമായി ബന്ധപ്പെടുത്തി കേരളത്തിന്റെ റെയിൽവേ തലസ്ഥാനമാണ് പാലക്കാട്. നിർഭാഗ്യകരമായ ഒരു കാര്യം, നമ്മൾ ആഗ്രഹിക്കുന്ന അളവിൽ ആ മേഖലയിൽ നമുക്ക് പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കും. കേരളത്തിന്റെ വ്യാവസായിക മേഖലയിലെ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ മാർച്ച് 3-ന്.
ജില്ലയിലെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകുന്നതിനായി ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ മാർച്ച് 3-ന് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടി നടത്തുന്നു. കൊപ്പം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ രാവിലെ 9-ന് മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലയിൽ 2,1604 കുട്ടികൾക്കാണ് പോളിയോ വാക്സിനേഷൻ നൽകേണ്ടത്. വാക്സിനേഷൻ നൽകുന്നതിനായി ജില്ലയിൽ 2,499 ബൂത്തുകൾ ഇതിനോടകം സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിൽ 58 ട്രാൻസിറ്റ് പോയിന്റുകളും 3 മേള ബസാറുകളും 18 മൊബൈൽ ബൂത്തുകളും ഉൾപ്പെടും. പ്രത്യേക പരിശീലനം നേടിയ 6,648 വളണ്ടിയർമാരാണ് തുള്ളിമരുന്ന് വിതരണം നടത്തുക. ആരോഗ്യ സ്ഥാപനങ്ങൾ, സബ് സെന്ററുകൾ, അങ്കണവാടികൾ, ഗോത്ര ഊരുകൾ, അതിഥി തൊഴിലാളി ക്യാമ്പുകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, മാളുകൾ തുടങ്ങിയവ കേന്ദ്രീകരിച്ചും ബൂത്തുകൾ സജ്ജീകരിക്കും. മാർച്ച് 3-ന് പോളിയോ എടുക്കാത്ത കുട്ടികൾക്ക് മാർച്ച് 4, 5 തീയതികളിൽ വീടുകളിൽ പോയി കൊടുക്കും. ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഡെപ്യൂട്ടി കളക്ടർ സച്ചിൻ കൃഷ്ണയുടെ നേതൃത്വത്തിൽ നടന്ന ജില്ലാതല ടാസ്ക് ഫോഴ്സ് യോഗത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KR വിദ്യ, ജില്ലാ RCH ഓഫീസർ ഡോക്ടർ AK അനിത, വകുപ്പ് ഉദ്യോഗസ്ഥർ, പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. നേരിടവേള. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. പുതിയതും പഴയതുമായ വാഹനങ്ങൾക്ക് ആകർഷകമായ വായ്പാ സ്കീമുകൾ ഞങ്ങൾ നൽകുന്നു. അതും കുറഞ്ഞ പലിശ നിരക്കിൽ പരമാവധി ലോണും. ലളിതമായ നടപടിക്രമത്തോടു കൂടി നിങ്ങൾക്ക് ലോൺ ലഭ്യമാകും. കൂടാതെ വാഹന ഇൻഷുറൻസ് സംവിധാനവും ലഭ്യമാണ്. ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ്, നിയർ വള്ളുവനാട് ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മാൾ കോംപ്ലക്സ്, ഒറ്റപ്പാലം. ഫോൺ നമ്പർ 9656444458, 9656444457. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. വാർത്തകൾ തുടരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലോഗോ പുറത്തിറക്കി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മൾട്ടിമീഡിയ ക്യാമ്പയിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോഗോയും ടാഗ് ലൈനും പ്രകാശനം ചെയ്തു. തിരഞ്ഞെടുപ്പ് കൂടുതൽ ജനകീയമാക്കുന്നതിനായി ചുനാവ് കാ പർവ് ദേശ് കാ ഗർവ് അഥവാ തെരഞ്ഞെടുപ്പിന്റെ ഉത്സവം രാജ്യത്തിന്റെ അഭിമാനം എന്ന ടാഗ് ലൈനോടുകൂടിയാണ് ലോഗോ പ്രചരിപ്പിക്കുന്നത്. തോൽപ്പാവക്കൂത്ത് കലാകാരൻ വിശ്വനാഥ പുലവരെ ഒറ്റപ്പാലം കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ആദരിച്ചു. കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ് തോൽപ്പാവക്കൂത്ത് കലാകാരൻ വിശ്വനാഥ പുലവരെ ഒറ്റപ്പാലം കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ആദരിച്ചു. ബാങ്ക് ചെയർമാൻ U രാജഗോപാൽ പൊന്നാട അണിയിച്ചു. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ വിജയിക്ക് മധുരം നൽകി. ബാങ്ക് ഡയറക്ടർ KP സുധീർ, T സുനിൽ, ബാങ്ക് ജനറൽ മാനേജർ TP സമന്തകം, കൂനത്തറ മാനേജർ സിന്ധു, മെയിൻ ബ്രാഞ്ച് മാനേജർ S സഞ്ജീവ്, S സുജിത് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ശ്രീകൃഷ്ണപുരത്ത് തൊഴിൽ മേള നാളെ. അഭ്യസ്തവിദ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ കേരള നോളജ് ഇക്കണോമി മിഷനിലൂടെ നടപ്പാക്കുന്ന എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം 2.0 പദ്ധതിയുടെ ഭാഗമായി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ നാളെ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. ജില്ലാ കുടുംബശ്രീ മിഷൻ, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്, ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത്, കുടുംബശ്രീ CDS എന്നിവയുടെ സഹകരണത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത്. മേളയിൽ പ്രാദേശിക കമ്പനികൾ ഉൾപ്പെടെ സംസ്ഥാനത്ത് നിന്ന് അകത്തും പുറത്തുനിന്നുള്ള പ്രമുഖ കമ്പനികൾ പങ്കെടുക്കും. അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLA തൊഴിൽമേള ഉദ്ഘാടനം ചെയ്യും. SLC, ഡിപ്ലോമ, ITI, ഡിഗ്രി എന്നീ അടിസ്ഥാന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽമേളയിൽ പങ്കെടുക്കാം. താല്പര്യമുള്ളവർ നോളജ് മിഷന്റെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. പങ്കെടുക്കാനെത്തുന്നവർ കുറഞ്ഞത് 5 പകർപ്പ് ബയോഡാറ്റ, CV ഓർ റെസ്യൂമെ കൊണ്ടുവരണം. ഉച്ചയ്ക്ക് 12:30 വരെ സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യവും ഉണ്ടായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്സവ ബലി നടന്നു.
ഗുരുവായൂരോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ഉത്സവബലി നടന്നു. വലിയ വിളക്കുത്സവവും സ്പെഷ്യൽ തായമ്പകയും അരങ്ങേറി. ഇന്ന് പള്ളിവേട്ട നടക്കും. വൈകിട്ട് ശീവേലി കഴിഞ്ഞ ഭഗവാൻ പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളും. തുടർന്ന് ദീപാരാധനയും തുടർന്ന് പള്ളിവേട്ടയ്ക്കായി പുറത്തേക്കും എഴുന്നള്ളിപ്പ് നടക്കും. തീർത്ഥക്കുള പ്രദക്ഷിണവും കഴിഞ്ഞ് രാത്രി പള്ളിയുറക്കം. ആറാട്ട് ദിനമായ നാളെ പള്ളിയുണർത്തൽ ചടങ്ങുകൾ കഴിഞ്ഞ് 8 മണിക്ക് ശേഷമേ ഉള്ളിലേക്ക് പ്രവേശനമുണ്ടാവുകയുള്ളൂ. തുടർന്ന് വൈകിട്ട് ശീവേലിയും പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളത്തും ദീപാരാധനയും ആറാട്ടിനെഴുന്നള്ളത്തും ഗ്രാമപ്രദക്ഷിണവും ശേഷം തിരിച്ചെഴുന്നള്ളി തുടർചടങ്ങുകൾ പൂർത്തിയാക്കും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. ഷൊർണൂർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഷൊർണൂർ ജംഗ്ഷൻ അല്ല, ഇനി മലബാർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മലബാർ ഡിജിറ്റൽ ജംഗ്ഷൻ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസുകളുടെ മഹാ ജംഗ്ഷൻ. ലോകോത്തര മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകളുടെ സൂപ്പർ ജംഗ്ഷൻ. മലബാർ ഡിജിറ്റൽ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. വാർത്തകൾ തുടരുന്നു. കാർഷിക ഫാമുകളെ ജനകീയമാക്കണമെന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. കാർഷിക ഫാമുകളെ കൂടുതൽ ജനകീയമാക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ. അനങ്ങനടി സംസ്ഥാന സീഡ് ഫാം നവീകരണ പ്രവർത്തന പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ 3 കോടി രൂപ ചിലവഴിച്ചാണ് അനങ്ങനടിയിലെ സീഡ് ഫാം നവീകരിക്കുന്നത്. കൃഷിക്ക് പ്രാധാന്യമുള്ള ജില്ലയാണ് പാലക്കാട്. ഫാമുകളെ പരിഷ്കരിച്ചെടുത്താൽ കാർഷിക പഠനത്തിലുള്ള അവസരങ്ങൾ ഇവിടെ ഉണ്ടാക്കാം. സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ കാര്യക്ഷമതയും വർദ്ധിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. എൻട്രൻസ് ഗേറ്റ് ഉൾപ്പെടെയുള്ള കോമ്പൗണ്ട് വാൾ, നീർവാർച്ചാ സൗകര്യം, ട്രെയിനിങ് സെന്റർ, സ്റ്റോർ റൂം, ക്വാർട്ടേഴ്സ്, തൊഴിലാളികൾക്കുള്ള റെസ്റ്റ് റൂം, കുളം, ഫാം റോഡ്, പോളി ഹൗസ്, വൈദ്യുതീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ് നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തുന്നത്. പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ചാമുണ്ണി അധ്യക്ഷനായി. പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ MN പ്രദീപൻ പദ്ധതി വിശദീകരിച്ചു. അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP ചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അബ്ദുൽ ഖാദർ, VP ഷാനിബ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി M രാമൻകുട്ടി, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ S ആർമുഖപ്രസാദ്, കൃഷി ഓഫീസർ S ശ്രീകുമാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ ഒറ്റപ്പാലം ബ്ലോക്ക് വാർഷിക സമ്മേളനം നടന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഒറ്റപ്പാലം ബ്ലോക്ക് 32ാം വാർഷിക സമ്മേളനം കോതകുറിശ്ശിയിൽ നടന്നു. കോതകുറിശ്ശി സെന്ററിൽ നടന്ന സാംസ്കാരിക സമ്മേളനം KSSPU പാലക്കാട് ജില്ലാ സെക്രട്ടറി PN മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന സമിതി അംഗം K മനോഹരൻ പ്രഭാഷണം നടത്തി. പ്രകടനത്തോടെ നടത്തിയ 32ാം വാർഷിക സമ്മേളനം ഷൊർണൂർ MLA P മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് K സുന്ദരേശൻ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് സെക്രട്ടറി NM നാരായണൻ നമ്പൂതിരി, പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ C അബ്ദുൽ ഖാദർ, അനങ്ങനടി പഞ്ചായത്ത് പ്രസിഡന്റ് P ചന്ദ്രൻ, KSSBU സംസ്ഥാന കമ്മിറ്റി അംഗം NP കോമളം, KT പുരുഷോത്തമൻ, KC K ചിത്രഭാനു, T രാധാകൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി KK ഗൗരി ടീച്ചർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന കൗൺസിൽ യോഗം നടന്നു. ബ്ലോക്ക് സെക്രട്ടറി NM നാരായണൻ നമ്പൂതിരി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് ട്രഷറർ P കൃഷ്ണൻകുട്ടി വാർഷിക വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന ചർച്ചയിൽ 9 യൂണിറ്റുകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. പിന്നീട് തെരഞ്ഞെടുപ്പിൽ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി K സുന്ദരേശനെയും സെക്രട്ടറിയായി NM നാരായണൻ നമ്പൂതിരിയെയും ട്രഷററായി P കൃഷ്ണൻകുട്ടിയെയും വൈസ് പ്രസിഡന്റുമാരായി P വാസുദേവനുണ്ണി, KT പുരുഷോത്തമൻ, K രത്നമ്മ എന്നിവരെയും ജോയിന്റ് സെക്രട്ടറിമാരായി T ചാമി, K ഗൗരി ടീച്ചർ, K രാധാകൃഷ്ണൻ എന്നിവരെയും PC സോമൻ, PM മുഹമ്മദ് എന്നിവരെ ഓഡിറ്റർമാരായും തിരഞ്ഞെടുത്തു. പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയും ക്ഷമാശ്വാസ കുടിശ്ശികയും ഉടൻ അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക എന്നീ 2 പ്രമേയങ്ങളും പാസാക്കിയാണ് സമ്മേളനം സമാപിച്ചത്. പട്ടാമ്പി നേർച്ച മാർച്ച് 2, 3 തീയതികളിൽ നടക്കും.
മാർച്ച് 2, 3 തീയതികളിൽ നടക്കുന്ന പട്ടാമ്പി നേർച്ചയുടെ നടത്തിപ്പിന്റെ ക്രമീകരണങ്ങൾ നിശ്ചയിച്ചു. പട്ടാമ്പി സിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ആഘോഷ കമ്മിറ്റിയുടെയും 60ഓളം വരുന്ന ഉപ ആഘോഷ കമ്മിറ്റികളുടെയും പ്രസിഡന്റ്, സെക്രട്ടറിമാർ പോലീസ് സ്റ്റേഷനിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തു. നേർച്ചയുടെ നടത്തിപ്പ് ചിട്ടയായും ഭംഗിയായും പൂർത്തിയാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. രാവിലത്തെ കൊടികയറ്റവും വൈകുന്നേരത്തെ വർണ്ണാഭമായ നഗര പ്രദക്ഷിണ ഘോഷയാത്രയുടെയും പുലർച്ചെ നടക്കുന്ന അപ്പപ്പെട്ടി വരവിന്റെയും സമയക്രമീകരണവും ഉറപ്പുവരുത്തി. മുൻവർഷത്തേക്കാൾ കൂടുതൽ പോലീസിനെ നിയോഗിക്കാനും CCTV നിരീക്ഷണം ശക്തമാക്കാനും തീരുമാനിച്ചു. പട്ടാമ്പി CI NB ഷൈജു ഉപ ആഘോഷ കമ്മിറ്റികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. കേന്ദ്ര നേർച്ച ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് KR നാരായണസ്വാമി, സെക്രട്ടറി അലി പൂവത്തിങ്കൽ, SI SK പ്രിയൻ, TM കശ്യപൻ, സിവിൽ പോലീസ് ഓഫീസർ TV ഷമീർ, നേർച്ച കമ്മിറ്റി ഭാരവാഹികളായ AV അബു, സിദ്ദിഖ്, കരുമാൻകുഴി ഉസ്മാൻ, P റഫീഖ്, ഹനീഫ മാനു, P നസീം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ജില്ലാതല ശാസ്ത്ര സഹവാസ ക്യാമ്പ് സമാപിച്ചു. സമഗ്ര ശിക്ഷ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് രാഷ്ട്രീയ ആവിഷ്കാർ അഭിയാന്റെ ഭാഗമായി സംഘടിപ്പിച്ച പാലക്കാട് ജില്ലാതല ശാസ്ത്ര സഹവാസ ക്യാമ്പ് സമാപിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. YIP ശാസ്ത്രപദം സംസ്ഥാന വിജയി ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് ഉടമ മാസ്റ്റർ അഭിനവ് കുട്ടികളോടൊത്ത് നാളെയുടെ ശാസ്ത്ര ചലനങ്ങളെക്കുറിച്ചും ഒരു ശാസ്ത്രകാരന്റെ വഴിയെ സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും പുതിയ നൂതന ആശയ കണ്ടുപിടുത്തങ്ങളുടെ സാധ്യതകളെക്കുറിച്ചും സംവദിച്ചു. പാലക്കാട് ശേഖരീപുരം മാധവൻ ശാസ്ത്ര നാടക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഗവേഷണ സ്ഥാപന സന്ദർശനത്തിലൂടെ കാർഷിക മേഖലയിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുതിയ സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ സാധ്യതകൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കി. ക്യാമ്പ് അംഗങ്ങൾക്ക് ഒരു ജോഡി പച്ചക്കറി തൈകളും പോട്ടിംഗ് മിക്സ്ചറും വിതരണം ചെയ്തു. കുട്ടികളുടെ പ്രോജക്റ്റ് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതോടൊപ്പം ലഘു പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട സെക്ഷനും കുട്ടികൾക്കായി ഒരുക്കി. 13 BRCകളിൽ നിന്നായി 39 കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു. സംസ്ഥാന റിസോഴ്സ് അംഗങ്ങളായ അജേഷ്, അഭിലാഷ്, സുധീർ, ജില്ലാ റിസോഴ്സ് അംഗങ്ങളായ ഷീബ, ജംഷീന, പ്രജീഷ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. സമഗ്ര ശിക്ഷ കേരള ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ K ജയപ്രകാശ്, ജില്ലാ പ്രോഗ്രാം ഓഫീസർ PS ഷാജി, ഓഫീസ് അംഗങ്ങളായ നിഷ, ദിവ്യ, ഹക്കീം എന്നിവർ പങ്കെടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.